വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഡൊണാൾഡ് ട്രംപ് പൊട്ടിത്തെറിച്ചിട്ടുണ്ട് കേട്ടോ. ഡൊണാൾഡ് ട്രംപ് പൊട്ടിത്തെറിച്ചതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഡൊണാൾഡ് ട്രംപ് പുടിനെയും കിം ജോങ് ഉന്നിനെയും ഒരുമിച്ചൊരു വേദിയിൽ കണ്ടപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണ് എന്ന് പറയുന്നു. പക്ഷെ ചോദ്യം ഇതൊന്നുമല്ല. ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ കിം ജോങ് എന്ന് പറയുന്ന ഉത്തര കൊറിയയുടെ ഭരണാധികാരി എന്നാണ് ഇന്ത്യയിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. എന്നാണ് ഇയാൾ ഇന്ത്യ സന്ദർശിക്കാൻ പോകുന്നത്? അല്ല, സന്ദർശിച്ചാൽ എന്താണ് കുഴപ്പം എന്നൊക്കെ പല ആൾക്കാരും ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഒക്കെ ചർച്ചകൾ നടത്തുന്നുണ്ട്. ചൈന കഴിഞ്ഞാൽ ഉത്തര കൊറിയയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി അത് ഇന്ത്യയാണ്. കേൾക്കുമ്പോൾ കൗതുകം തോന്നും. 2016 വരെ എങ്കിലും ഇന്ത്യ ആയിരുന്നു. പല ആൾക്കാർക്കും അറിയില്ല എന്തുകൊണ്ട് ഉത്തര കൊറിയൻ ഭരണാധികാരി ഇന്ത്യയിലേക്ക് വന്നാൽ എന്താണ് പ്രശ്നം എന്നാണ് പല ആൾക്കാരും ചോദിക്കുന്നത്. ഇനി രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇന്ത്യയുടെ ഗ്യാങ്ങിലേക്ക് ഉത്തര കൊറിയ വരുമോ? നരേന്ദ്രമോദി ഉത്തര കൊറിയൻ ഭരണാധികാരിയായിട്ടുള്ള കിം ജോങ്ങിനെ സന്ദർശിക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ ചോദ്യം ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോ നമ്മളുമായിട്ടുള്ള മീറ്റിങ്ങിന് ശേഷം പുടിനെ ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്ന് കണ്ടിട്ടുണ്ട്. പോരാത്തതിന് ഇപ്പോൾ അയാൾ ചൈനയിലുണ്ട്. ചൈനയിലേക്ക് അയാൾ സന്ദർശനം നടത്തിയിരിക്കുകയാണ്. ചൈനയിൽ അദ്ദേഹമുണ്ട്. ഇത് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പ്രേക്ഷകരുടെ ഒരു അറിവിലേക്കും പിന്നെ എനിക്കിതിൽ കുറച്ച് ക്ലാരിഫിക്കേഷൻ വേണം. അതുകൊണ്ട് ഞാൻ ബിജുചേട്ടനോട് ചോദിക്കുകയാണ്. അതായത് ഈ പുടിൻ 10 മിനിറ്റാണ് നരേന്ദ്രമോദിക്കായി കാത്തു നിന്നത്. നരേന്ദ്രമോദിയോട് ഒരുമിച്ച് വാഹനത്തിൽ സഞ്ചരിക്കാൻ കാത്തു നിന്നത്. അവിടെ വെച്ച് 45 മിനിറ്റ് ഇവർ സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോ ഈ പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും അവര് റിപ്പോർട്ട് ചെയ്യുന്നത്, ചൈനീസ് ചാര ഉപഗ്രഹങ്ങളില്ലാത്ത ഒരു സ്ഥലം ആണ് പുടിൻ റഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന ആ വാഹനം എന്ന് പറയുന്നത്. പുടിൻ 10 മിനിറ്റ് കാത്തു നിന്നത് ചാർട്ട് ചെയ്ത ട്രാവൽ പ്ലാൻ വെച്ച് പോലും ഇങ്ങനെ ഒരു സാധ്യത ചൈനീസ് ആൻഡ് അമേരിക്കൻ ചാരന്മാർ അറിയാൻ സാധ്യതയില്ല. അതായത് ഇവിടെ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. ഇത് ചൈനീസ് അമേരിക്കൻ ചാരന്മാർക്ക് അപ്രാപ്യമായിട്ടുള്ള ഒരു സംഭവം. ഇത് അവർ പ്രതീക്ഷിച്ചില്ല. അങ്ങനൊരു സംഭവമുണ്ട്. അപ്പോൾ അതിനകത്ത് അവർ ചർച്ച ചെയ്ത പല കാര്യങ്ങൾ ചൈനയുമായിട്ട് പോലും ഡിസ്കസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് എന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. നമ്മൾ ജസ്റ്റ് അതിനെ കണ്ടത് ഒരു 10 മിനിറ്റ് നരേന്ദ്രമോദിക്ക് വേണ്ടി പുടിൻ കാത്തു നിന്നു, ഒരു വലിയ സംഭവം. പക്ഷെ യഥാർത്ഥത്തിൽ അതിന്റെ അപ്പുറത്തേക്ക് ഇങ്ങനൊരു ആസ്പെക്ട് അതിനുണ്ട് എന്ന് പറയുന്നു. ഇതിൽ ഒന്നാമത്തെ കാര്യം, കിം ജോങ് ഉൻ ഉത്തര കൊറിയൻ ഭരണാധികാരിയുമായി ഇന്ത്യക്ക് ഒരു ടൈപ്പ് ഉണ്ടാകുമോ? ഇന്ത്യയുടെ ഗ്യാങ്ങിലേക്ക്, നമ്മുടെ ബ്രിക്സിലേക്ക്, RICയിലേക്ക് ഇയാൾ വന്ന് ജോയിൻ ചെയ്യുമോ? രണ്ടാമത്തെ കാര്യം, ഈ രണ്ടാമത് ഞാൻ പറഞ്ഞ ഈ സംഭവം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഈ കാര്യത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? ഈ ഉത്തര കൊറിയയുമായിട്ട് ധനുഷ് പറഞ്ഞ ശരിയാണ്. 2013 വരെ നമുക്ക് നല്ല ട്രേഡിംഗ് ഉണ്ടായിരുന്നു. 2017 ഐക്യരാഷ്ട്ര കൗൺസിലിന്റെയും സുരക്ഷാ കൗൺസിലിന്റെയും ഐക്യരാഷ്ട്ര സഭയുടെയും ഒക്കെ ഒരു വലിയ വ്യാപാര ഉപരോധം ഉത്തര കൊറിയക്ക് എതിരെ വന്നു. കാരണം ഉത്തര കൊറിയ ഇടയ്ക്കിടയ്ക്കൊക്കെ വലിയ ഭീഷണി ദക്ഷിണ കൊറിയക്കെതിരെ നടത്താറുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ ആണവ പരീക്ഷണങ്ങൾ നടത്താറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാണ്. പക്ഷെ നമുക്ക് 1973 മുതൽ തന്നെ ഇവരുമായി നല്ലൊരു ബന്ധം ഉത്തര കൊറിയയുമായിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിനുശേഷം നമ്മൾ അവർക്ക് മാനുഷികമായിട്ടുള്ള സഹായങ്ങൾ മാത്രമാണ് നൽകുന്നത്. അരി, മരുന്ന്, ഇതൊക്കെ മാത്രമാണ് നമ്മൾ നൽകുന്നത്. അതിലൊരു ഇറക്കുമതി എന്നുള്ളതില്ല. ഏതാണ്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ അവരുമായിട്ട് ഒരു ട്രേഡിങ് ഇല്ല എന്നുള്ളതാണ്. അവരുടെ ട്രേഡിങ് 90% ഇപ്പോൾ ചൈനയുമായിട്ടാണ്. അതിന് കാരണം ഈ ഉപരോധം നിലനിൽക്കുന്നതുകൊണ്ടാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് ആ ഉപരോധം ലംഘിച്ച് പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. അല്ല, നമുക്ക് അവരുമായിട്ട് വിരോധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പോങ്ങിയ എന്ന് പറയുന്ന അവരുടെ തലസ്ഥാനത്ത് നമുക്ക് എംബസി ഉണ്ടായിരുന്നു. 2020 നമ്മൾ കോവിഡിന്റെ ഒരു പശ്ചാത്തലത്തിൽ ആ എംബസി അവിടെ അടച്ചു. പല രാജ്യങ്ങളിൽ നമ്മൾ അടച്ച കൂട്ടത്തിൽ ഉത്തര കൊറിയയിൽ അടച്ചു. അതിനുശേഷം ഈ 2024 തുടക്കത്തിൽ നമ്മളത് വാർത്ത ചെയ്തിരുന്നു. തുടക്കത്തിൽ എംബസി വീണ്ടും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് അന്നും നയതന്ത്ര ബന്ധം ഉണ്ടായിരുന്നു. ഈ കോവിഡിന്റെ ഒരു പശ്ചാത്തലത്തിൽ പല രാജ്യങ്ങളും ചെയ്ത കൂട്ടത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായി വരുന്നൊരു ചോദ്യമുണ്ട്, അവരുമായി ഒരു ട്രേഡിംഗ് നടത്തിക്കൂടെ എന്നുള്ളത്. അവർക്ക് കയറ്റുമതി ഉണ്ടായിരുന്നതാണ്. അവർക്ക് ഇരുമ്പ് ഉരുക്ക് വ്യവസായം ഉണ്ടായിരുന്നതായിട്ട് ചരിത്രം പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അവർക്ക് വലിയ ഭക്ഷ്യക്ഷാമമാണ്. ഇപ്പോഴും ഇന്ത്യ അവർക്ക് അരി കൊടുക്കുന്നുണ്ട്. കോവിഡിന്റെ സമയത്ത് നമ്മൾ അവർക്ക് മരുന്ന് കൊടുത്തിരുന്നു. ഇപ്പോഴും മരുന്നും ഭക്ഷണവും നമ്മൾ കൃത്യമായിട്ട് തന്നെ ഇപ്പോഴെത്തിക്കുന്നു. അതിനെ നമുക്ക് ട്രേഡിംഗ് എന്ന് പറയാൻ കഴിയില്ല. അത് നമ്മുടെ മാനുഷിക, നമ്മുടെ അഫ്ഗാനിസ്ഥാനിലൊക്കെ അത് ചെയ്യാറുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാവരും ചോദിക്കും, എന്തുകൊണ്ട് ഈ ഒരു RIC ട്രോയിക്കിലേക്ക് ഇവർ എത്തുമോ ഇല്ലയോ എന്നുള്ളത്. നിലവിലത്തെ സാഹചര്യത്തിൽ എത്താൻ യാതൊരു സാധ്യതയുമില്ല. കാരണം അത് എത്തേണ്ട ആവശ്യവുമില്ല. കാരണം നിലവിൽ റഷ്യയുമായും ചൈനയുമായും മാത്രമാണ് ഈ കിം ജോങ് ഉന്നിന് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്നത്.
ആ രണ്ട് രാജ്യങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുമ്പോൾ, പ്രത്യേകിച്ച് റഷ്യൻ പ്രസിഡന്റുമായിട്ടൊക്കെ നല്ല അടുത്ത ബന്ധം പുലർത്തുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് മിത്രത്തിന്റെ മിത്രം എന്ന രീതിയിൽ അതിനെ കണക്കൂട്ടാൻ പറ്റും. അതായത് അലയൻസ് ആൻഡ് നോൺ അലയൻസ് എന്നാണല്ലോ പല ബന്ധങ്ങളും പറയുന്നത്. നമ്മൾ അതെ. അമേരിക്കയുടെ നാറ്റോ സഖ്യത്തിൽ അല്ലെങ്കിൽ അമേരിക്ക പറയുന്നത് ഞങ്ങളുടെ നോൺ അലയൻസിൽ പെടുന്ന ഞങ്ങളുടെ സുഹൃത്താണ് എന്ന് പറയുന്നത് പോലെ ഈ റഷ്യയുടെയും ചൈനയുടെയും അടുത്ത സുഹൃത്താണ്. ഇപ്പൊ ഇങ്ങനെ ഒരു റഷ്യ, ഇന്ത്യ, ചൈന ഒരു ബന്ധം ദൃഢമാകുമ്പോൾ സ്വാഭാവികമായി അതിനോട് ചേർന്ന് നിൽക്കുന്ന ചില കൂടെ ചില ബന്ധങ്ങളുണ്ടല്ലോ, ആ ബന്ധങ്ങൾ കൂടെ ഇതിന്റെ ഒരു ഭാഗമായി മാറുകയാണ്. ഇങ്ങനെയാണ് രണ്ടാം ലോക മഹായുദ്ധകാലത്തും സഖ്യങ്ങൾ ഉണ്ടായത്. അല്ലെ, ഡയറക്റ്റ് സഖ്യങ്ങളല്ലായിരുന്നു. പലപ്പോഴും പലരും പല വട്ടങ്ങളായി വന്ന് അണിചേർന്ന് അതായത് ഇതിനകത്തൊക്കെ പല പല കാരണങ്ങളുണ്ട് ധനുഷ. ഇതിപ്പം ചൈനയ്ക്ക് നേരെ ഒരു ശ്രമം നടത്തി കഴിയുമ്പോൾ കിം ജോൺ ഉൻ എത്തുകയാണ് അവിടെ. അങ്ങനെയാണ് ഒരുപക്ഷെ, ഞാൻ പറയുന്ന ഉദാഹരണം മാത്രമാണ്. അപ്പോൾ മനസ്സിലായി. അതൊരു സഖ്യത്തിലേക്ക് നീങ്ങുകയാണ്. അങ്ങനെയാണ് സഖ്യങ്ങൾ രൂപപ്പെടുന്നത്. അതല്ലാതെ ഒരു നിശ്ചയിച്ച ഒരു 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 കുറച്ച് രാജ്യങ്ങളുണ്ടാകും. ഇപ്പൊ RIC എന്ന് പറയുന്ന ഇന്ത്യ, ചൈന, റഷ്യ, ഇത് ഇവര് സൈനിക സഖ്യമല്ല, നിലവിലത് സൈനിക സഖ്യമല്ല. നാളെ ഒരു സൈനിക സഹകരണത്തിലേക്ക് പോകുമോ എന്ന് നമുക്ക് അറിയുകയുമില്ല. ഒരു പക്ഷേ ഞാൻ പറഞ്ഞത് രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പ് അങ്ങനെ ഒരു ലൈനപ്പ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ കഴിയില്ല. യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ ഒരു സൈഡിലേക്ക് നിൽക്കുന്നു, അതിൽ തന്നെ ചില രാജ്യങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നു. അങ്ങനെ എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയും തിരിഞ്ഞു നിൽക്കുന്ന സാഹചര്യം. അങ്ങനെ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നാൽ ഈ കിം ജോൺ ഉന്നിന് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു സഖ്യകക്ഷി എന്ന് പറയുന്നത് ഈ ചൈനയും റഷ്യയും ഒക്കെയാണ്. അവിടത്തേക്ക് ഇപ്പൊ ഇന്ത്യ കൂടെ എത്തുന്നു എന്നുള്ളതാണല്ലോ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ വാർത്ത. ഇത് തന്നെയാണ് ട്രംപിനെ കഴിഞ്ഞ ദിവസം ഭ്രാന്ത് പിടിപ്പിച്ചത്. കാരണം ഒരു ഗൂഢാലോചന നടക്കുന്നു. അതിൽ പുടിൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഡയലോഗുണ്ട് ഇന്നലെ. അദ്ദേഹം പറഞ്ഞത് പുടിൻ ഷീ ജിൻ പിങ് പറഞ്ഞൊരു കാര്യങ്ങളുണ്ട്. നിങ്ങൾ സമാധാനമാണോ ആഗ്രഹിക്കുന്നത് എങ്കിൽ നമ്മൾ സമാധാനത്തിന്, നിങ്ങൾ യുദ്ധമാണോ ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ. പക്ഷെ ചൈനീസ് ജനത സമാധാനത്തിന് വേണ്ടിയിട്ടാണ്, ന്യായത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവരാണ്, അതെന്നും തുടരുക തന്നെ ചെയ്യും എന്നുള്ള ഒരു വലിയ ഭീഷണി എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു രീതിയിലാണ് ഈ ഷീ ജിൻ പിങ് അവിടെ ഒരു പരേഡ് നടത്തി. ഈ പരേഡിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. 50,000 പേര് പങ്കെടുത്ത ഒരു വലിയ പരേഡായിരുന്നു. അവരുടെ ആണവ പോർമുനകൾ വഹിക്കുന്ന മിസൈൽ ഉൾപ്പെടെ പ്രദർശിപ്പിച്ചുകൊണ്ട്, സാധാരണഗതിയിൽ അങ്ങനത്തെ പരേഡുകളൊന്നും അത് പ്രദർശിപ്പിക്കാറില്ല, അതുവരെ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഒരു വമ്പൻ പരേഡ്. അതായത് ഞങ്ങളൊരു കരുത്തരാണെന്ന് ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറയുന്ന, പ്രത്യേകിച്ച് അമേരിക്ക, കാരണം ആയുധശേഷിയിൽ അമേരിക്കയുടെ മുമ്പിൽ ഞങ്ങളും അത്ര ചെറുതല്ല എന്ന് കാണിക്കാൻ, നിങ്ങളെ തടയിടാൻ ഞങ്ങൾ കഴിയുമെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരേഡും കൂടി ആയിരുന്നു എന്ന് നമുക്ക് പറയേണ്ടത്. 27 രാജ്യങ്ങളുടെ തലവന്മാർ അതിൽ പങ്കെടുത്തിട്ടുമുണ്ട്. അതിൽ ദക്ഷിണ കൊറിയയുടെ പങ്കെടുത്തു. ഇവിടെ ട്രംപിന്റെ ഒരു കണക്കൂട്ടൽ കൂടി ആ പരേഡ് തെറ്റിച്ചു കളഞ്ഞു. കാരണം ഈ പരേഡ് എന്തിനാ സംഘടിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജപ്പാന്റെ അധിനിവേശം രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഉണ്ടായപ്പോൾ ആ ജപ്പാനെ ചൈന തുരത്തി ഓടിച്ചു. ആ ഒരു ഇതില് ഈ അമേരിക്ക ഈ പറയുന്ന ചൈനയുടെ കൂടെ, അതാ ഞാൻ പറഞ്ഞ ഈ പൊളിറ്റിക്സ് മാറി മറിയാനും ബന്ധങ്ങൾ മാറി മറിയാനും അത് സമയമൊന്നും വേണ്ട. അപ്പൊ അന്നൊരു 10,000-ന് മുകളിൽ അമേരിക്കൻ സൈനികർ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അതായത് ഈ ചൈനയോടൊപ്പം നിന്ന് ജപ്പാനെ തുരത്തുന്നു. അപ്പൊ അവർക്കൊരു അനുശോചനം രേഖപ്പെടുത്തും ഷീ ജിൻ പിങ് എന്ന് ട്രംപ് കരുതി. അത് സംഭവിച്ചില്ല. പക്ഷെ അതിനകത്ത് അതൊരു തെറ്റാകാം ഒരു പക്ഷെ. കാരണം അവരുടെ ഈ എന്തായാലും നമ്മൾ ആ ഒരു വാർഷികത്തിനാണല്ലോ ആഘോഷം വെക്കുന്നത്. അപ്പൊ അതിൽ കൊല്ലപ്പെട്ടവർക്ക് എല്ലാവരും അനുശോചനം കൊടുക്കാമായിരുന്നു. പക്ഷെ ബോധപൂർവം തന്നെ ആ അനുശോചനം ഇല്ലാതാക്കി. അതും ട്രംപിനെ ചൊടിപ്പിച്ച മറ്റൊരു കാര്യമാണ്. ഈ രണ്ട് കാര്യങ്ങൾ നിൽക്കുന്നു. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിലവിൽ ഉത്തര കൊറിയയുമായിട്ട് മറ്റു രാജ്യങ്ങൾക്കൊന്നും ട്രേഡിംഗ് ഇല്ല. ആകെ അവർക്ക് ഇപ്പോൾ ഉള്ളത് ഇറാനിലേക്ക് ചില ആയുധങ്ങൾ കയറ്റിവിടുന്നു, പാകിസ്ഥാനുമായിട്ട് ചില അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തുന്നു എന്നുള്ളതല്ലാതെ അതിൽ കവിഞ്ഞൊന്നുമില്ല. കാരണം ഇന്ത്യയുമായിട്ടൊക്കെ ഒരു ട്രേഡിംഗ് വന്നു കഴിഞ്ഞാൽ ഒരു വലിയ മെച്ചമായിരിക്കും അവർക്ക് ഉണ്ടാകാൻ പോകുന്നത്. പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ പക്ഷെ ഇവിടെ ഒരു കാര്യം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പുടിനും മോദിയും എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്നത് ചത്ത ഒരു കുതിരയാണ്. ഇനി അതിന് മുൻപോട്ട് പോകാൻ കഴിയില്ല. അതിന്റെ സിസ്റ്റം മാറി മറിയണം എന്ന് പറയുന്നു. ആ സിസ്റ്റം മാറി മറിയുകയാണെങ്കിൽ ഈ കിം ജോൺ ഉന്നിന്റെ ഒക്കെ ഈ നിരോധനമൊക്കെ എടുത്ത് ദൂരെ കളയാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുമാണ്. ഇനി അതല്ല, ഇപ്പോൾ ഒരു സംഘർഷത്തിലേക്ക് ഈ ലോകം നീങ്ങുകയാണ് എങ്കിൽ ഈ സംഘർഷാനന്തരം വരുന്ന ഒരു പുതിയ ലോകക്രമത്തിൽ ഈ ഉത്തര കൊറിയയ്ക്കും ഒരു നിർണായക സ്ഥാനമുണ്ടാകും. ഇവിടത്തേക്ക് നിർണായകമായ റോളിലേക്ക് എല്ലാവരും കാണുന്ന വ്യക്തി ശ്രീ നരേന്ദ്രമോദിയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ചൈനയുമായിട്ടും ഉത്തര കൊറിയയുടെ, അതായത് ചൈനയുടെ ശത്രുവാണ് ജപ്പാനുമായിട്ടും അതുപോലെ തന്നെ ഉത്തര കൊറിയയുടെ ആജീവനാന്തകാല ശത്രുവാണ് ദക്ഷിണ കൊറിയ. ആ ദക്ഷിണ കൊറിയയുമായും നല്ല ബന്ധമാണ്. അപ്പോൾ ഒരു മീഡിയേറ്റർ എന്ന നിലയിൽ, ഈ സഖ്യത്തിന്റെ ഒരു മീഡിയേറ്റർ എന്ന നിലയിൽ മോദിക്കുള്ള അക്സെപ്റ്റൻസ് മറ്റു നേതാക്കൾക്കില്ല. പുടിനായാലോ അല്ലെങ്കിൽ ഷീ ജിൻ പിങ്ങിനായാലോ. കാരണം ഷീ ജിൻ പിങ്ങിന്റെ ഒരു മീഡിയേഷൻ വന്നു കഴിയുമ്പോൾ അതിലൊരു ചതിവുണ്ടോ എന്ന് മറ്റു രാജ്യങ്ങൾക്ക് പെട്ടെന്ന് സംശയം വരും.
പുടിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുടിൻ അങ്ങനത്തെ ഒരു മീഡിയേഷന് പോകാറില്ല, പണ്ടും പോകാറില്ല, ഇല്ലെങ്കിലും പുള്ളിക്ക് അങ്ങനെ അക്സെപ്റ്റൻസ് ഒന്നുമില്ല ഈ മീഡിയേഷന് പോയിട്ടുള്ള. അതിനൊരു നയതന്ത്രം ആവശ്യമാണ്, രണ്ടു കൂട്ടരെയും സമരസപ്പെടുത്തി കൊണ്ടുപോകാൻ ഒരു ആവശ്യമാണ്. ഇവരൊക്കെ പുടിൻ എന്നൊക്കെ പറഞ്ഞാൽ തികച്ചും സ്വച്ഛാധിപത്യ രീതിയിൽ തന്നെ പോകുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഇതിനകത്ത് ഉള്ള ഒരു തലയെടുപ്പുള്ള, ഇല്ലെങ്കിൽ ഒരു ഇങ്ങനെ രണ്ട് രാജ്യങ്ങളെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിവുള്ള നയതന്ത്ര വിദഗ്ധനായിട്ടൊരു പ്രധാനമന്ത്രി ഉള്ളത് ശ്രീ നരേന്ദ്രമോദിയാണ്. അപ്പോൾ സ്വാഭാവികമായും ആണ് ഇന്ത്യയുടെ റോള് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ബാക്ക് എൻഡിൽ റഷ്യയും ഉത്തര കൊറിയയും ചൈനയും അണിനിരക്കുകയും ഫ്രണ്ട് എൻഡിൽ നരേന്ദ്രമോദിയും ഇന്ത്യയും നിൽക്കുകയും ചെയ്യുമ്പോൾ രണ്ട് മുഖമാണ്. അതായത് ഒരു പുഞ്ചിരിക്കുന്ന മുഖം മുൻപിൽ നിന്ന് നയിക്കുകയും എല്ലാവരോടും ഒത്തുപോകുന്ന ഒരു നയതന്ത്രം ഫ്രണ്ടിൽ നിൽക്കുകയും അതിന്റെ ബാക്കിൽ ഒരു ശക്തമായ ഒരു സൈന്യം അണിനിരക്കുകയോട് ചെയ്യുമ്പോൾ സ്വാഭാവികമായ ആ സഖ്യത്തിന്റെ കരുത്ത് വളരെ വലുതായിരിക്കും, ലോകത്തത് ശ്രദ്ധേയമാവും. അങ്ങനെയാണ് ലോകത്തെല്ലാവരും നമ്മൾ കണ്ടിരിക്കുന്നത്. ഈ ഒരു മെത്തേഡിലാണ് ഇത് കാര്യങ്ങൾ പോകുന്നത്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയും, ഇതുമായി ബന്ധമില്ലാത്തതാണെങ്കിലും BJP ഈ അധികാരത്തിൽ എത്തിയ സമയത്ത് അന്ന് എല്ലാവരും പറഞ്ഞിരുന്നൊരു കാര്യം LK അദ്വാനി പ്രധാനമന്ത്രിയാകും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ LK അദ്വാനി ആയില്ല, പകരം AB വാജ്പേയി ആണ് ആക്കി. അപ്പോൾ അന്നത്തെ ചില BJPയുടെ നേതാക്കൾ പറഞ്ഞ കാര്യം, AB വാജ്പേയി എന്ന സൗമ്യമായ മുഖത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ശക്തനായ LK അദ്വാനി ആയിരുന്നു അതിന്റെ പിന്നിൽ നിന്നിരുന്നത്. ആ പാർട്ടിയെ ആയാലും അതിനെ മുൻപിൽ നിർത്താൻ അതേപോലത്തെ ഒരു നയതന്ത്രമാണ് ഇതും. കാരണം മോദിക്ക് കിട്ടുന്ന അക്സെപ്റ്റൻസിനെ അതിനെ മുൻനിരയിൽ നിർത്തിക്കൊണ്ട് ബാഗിൽ ഇങ്ങനെ വെക്കുന്നു. ഇതിപ്പോൾ അക്ഷരാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് നൽകിയിരിക്കുന്ന ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് പോലെയാണ് ഈ കഴിഞ്ഞ 3-4 ദിവസത്തെ ഒരു റിലേഷൻ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. അതിൽ റഷ്യയിൽ നരേന്ദ്രമോദി പോയതിനു ശേഷം അദ്ദേഹം തിരിച്ച് നമ്മുടെ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്ന ഒരു സീനാണ് അതിൽ കാണിച്ചിരിക്കുന്നത്, ഒരു വിഷ്വൽ കാണിച്ചിരിക്കുന്നത്. അതിൽ വളരെ വികാര നിർഭരമായ ഒരു യാത്രയപ്പാണ് അത് പുടിൻ മോദിക്ക് നൽകുന്നത്. അതിൽ പറയുന്നുണ്ട് വിളിക്കണം എന്ന് നമുക്ക് കേൾക്കാം. പറയുന്നത് നിങ്ങൾ കോൾ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ കെട്ടിപ്പിടിച്ചിട്ട് വളരെ ഇതിൽ, അതായത് ഈ കാർ പോകുന്നത് വരെ പുടിൻ അവിടെ ടാറ്റ പറഞ്ഞ് നിങ്ങൾ നിൽക്കുന്ന ഒരു കാഴ്ച. അങ്ങനെ അപൂർവമായിട്ടുള്ള ചില കാഴ്ചകളാണ് നമ്മൾ കാണാൻ കഴിയും. ഇവിടെ അത്തരത്തിൽ സംഭവിച്ചു. അതിനി മറ്റൊന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇവിടെ ചൈന എന്ന് പറയുന്നത് റഷ്യ ഒരിക്കലും അവരുടെ ഒരു ആത്മാർത്ഥ ബന്ധത്തിൽ പെടുത്തിയിട്ടില്ലാത്ത രാജ്യമാണ് ഈ ചൈന. അതുകൊണ്ട് തന്നെയാണ് റഷ്യ അവരുടെ ആയുധങ്ങളൊക്കെ വിൽക്കുമ്പോൾ അവരുടെ സോഴ്സ് കോഡ് കൊടുക്കാതെ. കാരണം ചൈനയെ എപ്പോഴും റഷ്യ ഒരു സംശയത്തിന്റെ നിഴലിലാണ് നിർത്തുന്നത്. ഒരു 1.5 മാസം മുമ്പ് റഷ്യയിൽ നിന്നൊരു ഉദ്യോഗസ്ഥനെ പിടികൂടിയിരുന്നു ചാരപ്രവർത്തനത്തിൽ. അയാൾ ചാരപ്രവർത്തനം നടത്തിയ ചൈനയ്ക്ക് വേണ്ടിയിട്ടാണ്. റഷ്യ എല്ലാ കാലവും ഇന്ത്യയോട് നിൽക്കുന്നത് വിശ്വസ്തനായ ഒരു പങ്കാളിയാണ് ഇന്ത്യ, ചതിക്കില്ല, വിശ്വസിക്കാം 100%. അതുകൊണ്ടാണ് ഇന്നിപ്പോ അവരുടെ ആയുധ ഫാക്ടറികളൊക്കെ S-500 അതുപോലെ Su-57 ഒക്കെ ഇവിടെ നിർമ്മിക്കാനും ആയുധങ്ങൾ കൂടുതൽ നിർമ്മിക്കാനും റഷ്യ താല്പര്യം പ്രകടിപ്പിക്കുന്നതും അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സാങ്കേതിക കമ്പനികൾ നമ്മുടെ ഇന്ത്യയിൽ പ്രവർത്തനം നടത്തുന്നുമുണ്ട്. ഇത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയെ അവർക്കറിയാം റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തില്ല, ചതിക്കില്ല എന്ന് നന്നായി അറിയാവുന്നത് കൊണ്ടും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു രാജ്യമായതുകൊണ്ടുമാണ് ഇന്ത്യയോടൊപ്പം നിൽക്കുന്നത്. ആ ഒരു അത്രയും ആത്മാർത്ഥ റിലേഷൻ ചൈനയോടൊപ്പം ഇല്ല. അതിനും കാരണമുണ്ട്. 1962 മുതൽ 1969 വരെ റഷ്യ ചൈന ഒരു വാർ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മുടെ ഇപ്പോഴത്തെ ബോർഡർ ഈ നമ്മുടെ ഗാൽവാൻ താഴ്വരയിലൊക്കെ നടന്നതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള സംഘർഷങ്ങളാണ് അവർ തമ്മിൽ നടന്നിരുന്നത്. അതൊരു വലിയ യുദ്ധത്തിലേക്ക് എത്തിയില്ലെങ്കിലും ഒരുപാട് സൈനികരൊക്കെ കൊല്ലപ്പെട്ട സംഘർഷങ്ങളായിരുന്നു അതൊക്കെ. അങ്ങനെയും ചില കാര്യങ്ങൾ അതിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ചൈന അവരുടെ ഒരു വലിയ വ്യാപാര പങ്കാളിയാണ്, ആയുധ പങ്കാളിയാണ്. അതും അതിനകത്തൊരു ഗണമാണല്ലോ, കാരണം പൈസയും എല്ലാവർക്കും ആവശ്യമുള്ള കാര്യം. അങ്ങനെയാണ് ആ റിലേഷൻ നിൽക്കുന്നത്. അവിടെയാണ് നമ്മൾ ഈ പുടിൻ മോദി ചർച്ച കാറിൽ നടന്നതിനെ നമ്മൾ കൂട്ടി വായിക്കേണ്ട കാര്യം. അപ്പോൾ അവിടെ നടക്കുന്നത് ധനുഷ് നേരത്തെ സൂചിപ്പിച്ച കണക്ക് ചാരക്കണ്ണുകളെ എല്ലാം വെട്ടിച്ചുകൊണ്ട്, കാരണം അത് റഷ്യൻ പ്രസിഡന്റ് അവിടെ നിന്ന് കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ വാഹനമാണ്, വളരെ സെക്യൂരിറ്റി സംവിധാനമുള്ള വാഹനം. ആ വാഹനത്തിൽ വെച്ച് നടന്ന ചർച്ച 45 മിനിറ്റ് ആയിരുന്നു. അതായത് അദ്ദേഹം ഇത് നമുക്ക് ബാക്ക്ഡോർ സംഭാഷണം എന്ന് തന്നെ നമുക്ക് തന്നെ പറയാൻ കഴിയും, അങ്ങനെ തന്നെ ഉറപ്പിച്ച് പറയാൻ കഴിയും. ഫ്രണ്ടിൽ നടന്ന സംഭാഷണം, അതായത് ഒരു ഹാളിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ നടന്ന സംഭാഷണങ്ങൾക്ക് അപ്പുറം ഗൗരവമുള്ളത് ഈ 45 മിനിറ്റ് നടന്ന സംഭാഷണമാണ്. അതിന്റെ ഒരു എനിക്ക് തോന്നുന്നു ആ സംഭാഷണത്തിന്റെ ഭാഗമായിട്ടായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഫലമായിട്ടായിരിക്കാം ഇന്നലെ ശ്രീ വ്ളാഡിമിർ പുടിൻ റഷ്യ നമുക്ക് ഒരു 4% കൂടി നമ്മുടെ ക്രൂഡ് ഓയിലിന്റെ വിലയിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. $4 മുതൽ $5 വരെ കുറച്ചു.
അപ്പൊ നേരത്തെ ഒരു $5 കുറച്ചിരുന്നു, ഇപ്പോഴൊരു ഉം. $5 കൂടെ കുറയുന്നുണ്ട്. ഈ ഒരു സാഹചര്യം കൂടെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഉത്സവ സീസണാണ് ഇന്ത്യയിൽ അതിന്റെ ആരംഭിക്കുന്നത്. ഈ അർത്ഥം ഒരു സമയത്ത് അതിന്റെ അർത്ഥം യുദ്ധം തീരില്ലെന്നാണ്. ഞാൻ യഥാർത്ഥത്തിൽ ആ വിഷയത്തിലോട്ട് വരാത്തത്, അത് പറഞ്ഞു നന്നായി. ഇന്ന് ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. അതായത് $463 ബില്യൺ യൂറോപ്പ് ഇപ്പോൾ ആയുധങ്ങൾ മേടിക്കാനും ഗവേഷണങ്ങൾക്കുമായി ചെലവഴിക്കുന്നത് എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് അവർ റഷ്യയെ ഭയന്നാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ റഷ്യയെ ഭയന്ന് അവർ ചെയ്യുന്നതിന്റെ കാരണം ഏത് നിമിഷവും നാറ്റോയും റഷ്യയും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ ഒരു പോസിബിലിറ്റി വളരെയധികം അടുത്തടുത്ത് വരികയാണ്. നമ്മൾ കുറച്ച് നാൾ മുമ്പ് ചർച്ച ചെയ്തപ്പോൾ വിദൂരതയിലായിരുന്നു യുദ്ധം ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ അടുത്ത് വരികയാണ്. അതിന്റെ കൂട്ടത്തിൽ നരേന്ദ്രമോദിക്ക് എണ്ണ കൂടുതൽ വാങ്ങിക്കാനായിട്ട് $4-5 കുറച്ചു കൊടുക്കുന്നു എന്നുകൂടെ പറയുമ്പോൾ പുടിൻ കൂടുതൽ രാജ്യങ്ങളിലേക്ക് യുദ്ധം വ്യാപിപ്പിക്കാനുള്ള ഒരു പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല, അത് തന്നെയാണ് ധനുഷ് ഈ പറഞ്ഞ പോയിന്റ് ഉം. തന്നെയാണ് ട്രംപിനെ ടെൻഷൻ അടിപ്പിക്കുന്ന മറ്റൊരു കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സ്വാഭാവികമായി തന്നെ ഈ റഷ്യൻ എണ്ണ കൂടുതൽ ഇപ്പൊ യൂറോപ്യൻസിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ സംബന്ധിച്ച് റഷ്യയുടെ എണ്ണ വാങ്ങിക്കാതെ അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ഉം. അമേരിക്കയ്ക്ക് പോലും ആ എണ്ണ വാങ്ങിക്കാതെ മുൻപോട്ട് പോകാൻ കഴിയില്ല. അതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. നമ്മൾ കണ്ണടച്ചിരുട്ടാകിയിട്ട് കാര്യമില്ല. ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് പലർക്കയോട് കട്ടക്കലിപ്പോ ദേഷ്യമൊന്നുമില്ല. കാരണം അവർക്ക് വളരെ എളുപ്പത്തിൽ എണ്ണവും ഗ്യാസും എത്തിക്കാൻ കഴിയുന്ന രാജ്യം റഷ്യ തന്നെയാണ് യൂറോപ്യൻ കൺട്രീസിലെ. കാരണം ഉം. ജർമ്മനിയിലേക്കൊക്കെ അവർക്ക് പൈപ്പ് ലൈൻ സംവിധാനങ്ങൾ വരെയുണ്ട് ഈ എണ്ണയും മറ്റുമൊക്കെ എത്തിക്കാനാണ്. അവർക്ക് Yes. അവരുടെ മനസ്സിൽ അത് തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ യുദ്ധം തുടങ്ങിയാൽ പോലും റഷ്യയുടെ കയ്യിൽ നിന്ന്, അതുകൊണ്ടാണല്ലോ റഷ്യ പറഞ്ഞത് ഈ എണ്ണയുമായി പോകുന്ന ഷിപ്പുകൾക്ക് മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ ആരെങ്കിലും സൃഷ്ടിച്ചാൽ ഞങ്ങൾ അവരെ ഉം. സൈനികപരമായി നേരിടുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇന്ത്യൻ കപ്പലുകൾക്ക് പ്രൊട്ടക്ഷൻ റഷ്യൻ സൈന്യം കൊടുക്കുമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. രണ്ടാമത്തെ ഒരു അതെ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും ഇന്ത്യക്ക് പൈസ കിട്ടും. കാരണം അപ്പോഴും ഈ ക്രൂഡ് ഓയിൽ ഇവിടെ വന്ന് സ്റ്റോക്ക് ചെയ്ത് നമ്മൾ പ്യൂരിഫൈ ചെയ്ത് എങ്ങോട്ടാണ് വിടുന്നത്? ഈ പറയുന്ന അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലേക്കാണ് പെട്രോളിയം ഉൽപ്പന്നം കയറ്റി ഉം. വിട്ടുകൊണ്ടിരിക്കുന്നത്. ഉം. ഉം. അപ്പോഴും അവരുടെ ആവശ്യം കുറയുന്നില്ലല്ലോ ധനുഷ്. യുദ്ധം ഉണ്ടാകുമ്പോഴാണല്ലോ ഏറ്റവും കൂടുതൽ ആവശ്യം അവർക്ക് ഡീസലിനും മറ്റും വരുന്നത്. അതെ, യുക്രൈൻ അതെ. യാതൊരു വരുന്നത്. അതാണ് ട്രംപ് പിന്നെ തോന്നുന്ന സാധനം. കാരണം ഇവനിപ്പോ പിന്നെ ഒന്ന് ഇപ്പൊ ഈ ഉപരോധം മാറ്റിക്കഴിഞ്ഞാൽ സംഭവിക്കാൻ വന്ന ലോകത്തെമ്പാടും ഈ എണ്ണയുടെ വില ഉയരും. അതൊന്ന്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ട്രംപിന് ആ ഒരു രീതിയിൽ നീങ്ങാൻ കഴിയുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇനി യുദ്ധം തുടങ്ങിയാലും ഏതെങ്കിലും നാറ്റോ രാജ്യങ്ങളും മറ്റൊക്കെ യുദ്ധം തുടങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടെ ഇരുന്ന് 2 മാസം മുമ്പ് ചർച്ച ചെയ്തപ്പോൾ അന്ന് നാറ്റോ മേധാവി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിലായിരുന്നു നമ്മൾ ആ ചർച്ച നടത്തിയത്. നാറ്റോ ഉം. മേധാവി അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ നാറ്റോ രാജ്യങ്ങളോട്: നിങ്ങൾ അമേരിക്ക നോക്കി ഇരിക്കരുത്, നിങ്ങളുടെ പ്രതിരോധ ബഡ്ജറ്റ് 2.5 എങ്കിലും മിനിമം കൂട്ടണം, സ്വന്തമായിട്ട് തദ്ദേശീയ അതെ, അതെ. ആയുധങ്ങളാണ് വികസിപ്പിച്ചെടുക്കേണ്ടത് എന്ന് പറഞ്ഞ ഒരു കാര്യം കൂടി ഉണ്ട്. കാരണം ഇപ്പോഴത്തെ അവസ്ഥ ട്രംപ് ആയതുകൊണ്ട് കൂടെ നിൽക്കുമോ കാലു വാരുമോ എന്ന് അവർക്കും വലിയ ഉറപ്പില്ലാത്തൊരു സാഹചര്യം. ഉം. ഈ ഒരു സാഹചര്യത്തിൽ വേണം നമ്മൾ ഇതിനെ ശരിക്കും കാണാനായിട്ട്. അപ്പൊ ഏതായാലും ഈ യുദ്ധത്തിന്റെ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അത് തന്നെയാണ്. കാരണം ഇതിനകത്തൊരു കോംപ്രമൈസിന്റെ യാതൊരുവിധ സാധ്യതകളും കാണുന്നില്ല. ഒന്ന്, ട്രംപിന്റെ ഒരു നയതന്ത്രപരമല്ലാത്ത ചില നീക്കങ്ങളാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന മുഴുവൻ കാര്യങ്ങൾക്കും അതാണ്. ഉം. അതായത് എങ്ങനെ രാജ്യങ്ങൾ തമ്മിൽ ഇടപെടണമെന്നോ എങ്ങനെ ഇതിനകത്ത് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണമെന്നോ യാതൊന്നുമില്ല. അദ്ദേഹം അമേരിക്കയുടെ ഒരു ധാർഷ്ട്യം അവിടെ കാണിക്കാൻ ശ്രമിക്കുന്നു. ആ ധാർഷ്ട്യത്തിൽ പൊളിഞ്ഞടുങ്ങുകയാണ് ഓരോന്നും, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അതായത് എനിക്ക് തോന്നുന്നു ഈ ട്രംപിന്റെ ഈ ഭരണകാലത്ത് അവർക്കുണ്ടായ ഏറ്റവും വലിയ നേട്ടം, ഈ ലോകത്തിന്റെ ഒരു നേട്ടം എന്ന് പറയുന്നത് ഈ RICയെ വീണ്ടും ശക്തിപ്പെടുത്താൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളത്. അതായത് ഇന്നലെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം കൂടി ഇവിടെ നടക്കുകയുണ്ട്. ടിയാൻജിൻ അവിടെ നമ്മുടെ ഷഹബാസ് ഷെരീഫും ഒപ്പം തന്നെ മുനീറും ഒക്കെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പുട്ടിനുമായിട്ട് നിൽക്കുകയാണ്, അവിടെ വലിയ ചർച്ച നടത്തുകയാണ്. അവിടെ ഷഹബാസ് ഷെരീഫ് നടത്തിയ ചർച്ച, മുനീറുമായി നടത്തിയ ചർച്ചയൊക്കെ അമേരിക്കയും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. കാരണം അവർ പ്രതീക്ഷിക്കുന്നതിന്റെ വേറൊരു സാധനത്തിലേക്ക് പോകും. ഇവരവിടെ പോകുമ്പോൾ ഇവർക്ക് അതിന് വലിയൊരു അക്സെപ്റ്റൻസ് അവിടെ കിട്ടില്ല. റഷ്യയുമായിട്ടൊന്നും പോയിട്ട് വലിയ കാര്യങ്ങൾ കിട്ടില്ല. കാരണം ഇതിനു മുമ്പ് റഷ്യയുമായി ബന്ധപ്പെടാനായിട്ട് പാകിസ്ഥാൻ ശ്രമിച്ചതാണ്. അന്ന് റഷ്യ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു പങ്കാളിയേ ഉള്ളൂ, അത് ഇന്ത്യയാണ് എന്നാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് തന്നെ അത് വളരെ കാലം മുമ്പ് പറഞ്ഞ കാര്യമാണ്. അതിനുശേഷം നമ്മൾ കണ്ടതാണ് ഓപ്പറേഷൻ സിന്ദൂറിനൊക്കെ മുമ്പ് ഈ പാകിസ്ഥാൻ റഷ്യയിലേക്ക് ഒരു റോഡ് ഗതാഗതത്തിൽ കൂടെ റഷ്യയിലേക്ക് സാധനം കൊണ്ടുവരാനും പോകാനും ഒക്കെ ആയിട്ട് പദ്ധതി പ്രഖ്യാപിച്ചു. പാകിസ്ഥാൻ ഒരുപാട് പദ്ധതി പ്രഖ്യാപിക്കുന്നവരായതുകൊണ്ട് പിന്നെ നമ്മൾ അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും കണ്ടില്ല. ഇതാണ് അതിന്റെ ഒരു റിയൽ സാധനം ഇതാണ്. കാരണം ഇപ്പോ ട്രംപിനും ബോധ്യമായിട്ടുണ്ട്, കാരണം ചെയ്തത് മണ്ടത്തരമായി പോയി. കാരണം കൂടെ നിന്ന ഒരു രാജ്യത്തെ കുറച്ചുകൂടെ അകറ്റാനായിട്ട് ഉപകരിച്ചുള്ളൂ. പിന്നുള്ളത് പാകിസ്ഥാനാണ്. പാകിസ്ഥാന് അത് എന്നിടത്ത് നമ്മൾ ആ ടിയാൻജിൽ നടന്ന ആ ഷഹായ് ഉച്ചകോടിയിൽ നടന്ന മീറ്റിങ്ങുകളും ശരീരഭാഷയൊക്കെ കണ്ടാൽ അറിയാം. അവിടെ ഒരു
എന്താ നമ്മൾ പച്ചമലയാളത്തിൽ പറഞ്ഞ പട്ടി വില ആ രാജ്യത്തിന് അവിടെ ആരും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് അവിടെ സംഭവിക്കുന്നത്. ആരുമില്ല. പിന്നെ സ്വാഭാവികമായിട്ട് പുടിൻ 31-ാം തീയതി വന്ന പുടിൻ ഇന്നത്തെ കൂടെ ഇന്നാണ് തിരിച്ചു പോകുന്നത്. അപ്പൊ അത്രയും ദിവസം അവിടെ ഉള്ളപ്പം ഈ ഷഹബാസ് ഷെരീഫൊക്കെ അവിടെ തമ്പടിച്ച് കിടപ്പുണ്ട്. അവർ ഇന്നലെ പോയി ഒരു മീറ്റിംഗ് നടത്തി എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഒരു ഓപ്പൺ മീറ്റിംഗ് ആണ്. ആ ശരീരഭാഷ നമ്മൾ കണ്ടാ അറിയാം. പുടിനൊക്കെ ഇരിക്കുന്ന ഇരിപ്പ് ആ മീറ്റിംഗിൽ കണ്ടാ അറിയാം എങ്ങനെയാണ് എന്നുള്ളത്. മറ്റ് ഭരണാധികാരികളുമായിട്ട് പുടിൻ എങ്ങനെയാണ് ഡിസ്കഷൻ നടത്തുന്നതൊക്കെ നമുക്ക് കണ്ടാലറിയാം. അപ്പോൾ അങ്ങ് ഒരു ചർച്ച നടത്തി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷെ പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് അവരുടെ കോൺഫിഡൻസ് ലെവല് താഴാതിരിക്കാൻ, ഉയർത്താനല്ല താഴാതിരിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചിട്ടുള്ള ഒരു എക്സർസൈസ് മാത്രമായിട്ടാണ് എനിക്ക് ആ മീറ്റിംഗിൽ പാകിസ്ഥാന്റെ റോള് നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഏതായാലും ഞാൻ ഈ പറഞ്ഞത് കണക്ക് റഷ്യ, ഇന്ത്യ, ചൈന ഒരു സഖ്യമായിട്ട് തന്നെ വരും. അതിന്റെ പിന്നിൽ അണിനിരക്കാൻ ഉത്തര കൊറിയ എന്തായാലും ഉണ്ടാകും എന്നുള്ള കാര്യം ഡെഫിനറ്റ് ആണ്. നിലവിലത്തെ സാഹചര്യത്തിൽ ഉത്തര കൊറിയൻ പ്രസിഡന്റ് പ്രസിഡന്റ് എന്ന് പറയാൻ കഴിയില്ല, സർവവുമാണ്. പുള്ളി അങ്ങനെ വേറെ രാജ്യങ്ങളൊന്നും പോകാറില്ല സാധാരണ. ഇത് അദ്ദേഹം പോകുന്ന രാജ്യങ്ങളൊന്നും ഈ ചൈനയും മറ്റൊന്ന് റഷ്യയുമാണ്. വേറെ എങ്ങും പോകാറില്ല. കാരണം ഇറാൻ അദ്ദേഹത്തെ പലവട്ടം ക്ഷണിച്ചിട്ടുണ്ട്. നിലവിൽ അദ്ദേഹം പോയിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഈ അങ്ങനെയുള്ള ഭരണകൂടങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ഭരണാധിപന്മാർക്കൊക്കെ ഒരു ഭയം ഉണ്ടാകുമല്ലോ സ്വാഭാവികമായിട്ട്. അപ്പൊ അതിന് സാധ്യതയില്ല. പക്ഷെ നല്ലൊരു റിലേഷൻ ചിലപ്പോൾ ഒരു പക്ഷെ വന്നേക്കാം. അത് ഈ യുദ്ധാനന്തരമേ ഉണ്ടാകത്തുള്ളൂ, അതിന് മുമ്പ് ഉണ്ടായില്ല. ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഒരു റിലേഷൻ പോകേണ്ട കാര്യമില്ല. കാരണം എന്താ പറയുന്നത്, ഈ ആനയെ മേടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് തോട്ടിയൂടെ വരുമല്ലോ, അതില് ഇൻക്ലൂഡഡ് ആണല്ലോ. അതിന് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഒരു തോട്ടി വാങ്ങേണ്ട ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇത് എന്ന് പറയുന്ന ഇതൊരു അലയൻസ് ആണ് ഈ സാധനം. അപ്പൊ അതിന്റെ ബാക്കിൽ നോൺ അലയൻസ് എന്ന് പറഞ്ഞിട്ട് വരാം, അങ്ങനെ വരാൻ സാധ്യതകളുണ്ട്.